കേരളത്തിലും ഈ കാറ്റിൻ്റെ സ്വാധീനം വെച്ചിട്ട് മഴയുണ്ടാകുമെന്ന് പറയുന്നു. അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ശരിയാണ്. അലക്സ്, ഗുഡ് മോർണിംഗ്. എവിടെയൊക്കെയായിരിക്കും അലക്സ് മഴ പെയ്യാൻ സാധ്യത? കാര്യമായി ജാഗ്രത പാലിക്കേണ്ട കാര്യം എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. എസ്കെൻ, ഡിറ്റ്വ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ല. അതിനാൽ അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. പക്ഷേ ഈ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്നലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി യെല്ലോ അലർട്ട് നൽകിയിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഒരു ജില്ലകളിൽ നൽകിയിട്ടില്ല. ഗ്രീൻ അലർട്ടാണ് ഇന്നടക്കമുള്ള അടുത്ത ദിവസങ്ങളിലൊക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ നൽകിയിട്ടുള്ളത്. അതായത് ശക്തമായ മഴയ്ക്ക് പോലും സാധ്യതയില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പക്ഷേ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഒപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയോര മേഖലയിൽ ആ മഴ ചിലപ്പോൾ തുടരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. മറ്റൊന്ന്, ഡിറ്റ്വയുടെ ഒരു പ്രഭാവം സംസ്ഥാനത്ത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ താഴ്ന്ന താപനില, കുറഞ്ഞ താപനിലയാണ് ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇന്നും സംസ്ഥാനത്തെ പലയിടങ്ങളിലും രാവിലെ റിപ്പോർട്ട് ചെയ്ത താപനില 14 ഡിഗ്രി സെൽഷ്യസിനും 24 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. മൂന്നാറൊക്കെ ഒരുപക്ഷെ വേണമെങ്കിൽ തണുത്ത് വിറക്കുകയാണെന്ന് പറയാം. ആ തരത്തിൽ ഹൈറേഞ്ച് മേഖലയിൽ കാര്യമായി തന്നെ തണുപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും രാവിലെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. എല്ലായിടത്തും തണുപ്പുണ്ട്. അത് ഡിറ്റ്വയുടെ സ്വാധീനമാണ്, അതിൻ്റെ പ്രഭാവമാണ്. കാരണം അന്തരീക്ഷം മേഘാവൃതമാണ്. അതിനാൽ സൂര്യപ്രകാശം, അതായത് സൂര്യവെളിച്ചം കാര്യമായി ലഭിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിൽ താഴ്ന്ന താപനില പലയിടങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. അതൊരു പക്ഷേ ഇന്നും നാളെയും കൂടെ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മറ്റൊന്ന് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും എസ്കേൻ. കാരണം കടലിൽ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെയോ ചില സമയങ്ങളിൽ 65 കിലോമീറ്റർ വരെയോ ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഡിറ്റ്വ വലിയ ഭീതി നൽകുന്നില്ല, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.